ആ 90. കാറിൻ്റെതേ ഇപ്പം കിട്ടത്തില്ല. ഞാനതല്ല ഇന്നലെ രാത്രി വിളിച്ച് പറഞ്ഞു. കാര്യം ഇവിടുന്ന് വല്ല ആട്ടായോ എല്ലാം പിടിച്ച് വരുവാന്നെങ്കിലേ പിന്നെ അത് വലിയ പാടാണ്. എന്തായാലും അറിഞ്ഞത് കാര്യം ഞങ്ങളിപ്പം വന്നേനെ. 9048 31 93 72. ഞാനേ നമ്പര് മാഡത്തിനെ വിളിക്കാം. അത് കാരണം വിളിച്ചാൽ ചിലപ്പോൾ കിട്ടത്തില്ല. ഇതാണോ നമ്പര്? ആ ശരി ശരി. 72 അവസാനം അല്ലയോ? ആ ശരി. വരുന്നുണ്ടല്ലോ കോള്. കോള് വരുന്നുണ്ട്. ഞാൻ വിളിക്കാം. മാസം തോറും ചിലപ്പോ അത് കിട്ടാൻ താമസിക്കും. അതെ, അവന് അവിടെ പോയി ഡോക്ടർ ചെക്ക് ചെയ്യാൻ കൊടുക്കാൻ മേടിച്ച എല്ലാ മാസത്തിലും ഉണ്ട്. ഇന്നലെ ഞാൻ രാവിലെ വന്നപ്പോഴും മറന്നു. അവൻ പോകാൻ നേരം പറഞ്ഞു മരുന്ന് മേടിച്ചിട്ടേ പറ്റൂ. എല്ലാ പ്രാവശ്യം മരുന്ന് മേടിച്ചിട്ട് അത് ഒരു 10-10:30 വരുന്നാകുമ്പോഴിഞ്ഞ് പോകും. പിന്നെ ഇവിടെ ജോലി ഒക്കെ കഴിഞ്ഞാൽ പോകില്ല. അപ്പൊ ഇന്നലെ താമസിച്ചാൽ വരത്തുള്ളൂ എന്ന് പറയാൻ പറഞ്ഞു. ഞാൻ ഇന്നലെ തൊട്ട് വിളിക്കുന്നു. ഇപ്പൊ അമ്മയുടെ നമ്പർ ഒന്ന് വിളിച്ചു നോക്കി. ഇപ്പം കിട്ടുമായിരിക്കുമല്ലോ. ഓഫായിരുന്നെന്ന് തോന്നുന്നു കേട്ടോ. അതാ എനിക്കറിയാം ഇവിടെ ആളില്ലാത്തത് കൊണ്ട്. അതാ നമ്മൾ ഓട്ടോയൊക്കെ വിളിച്ച് അവിടെ കൂട്ടാനായിട്ട് വന്ന് അവിടെ നിന്ന് വെറുതെ ഒരുത്തനോട് പറഞ്ഞ ചുമ്മാ പറഞ്ഞാലും അവന് കാശ് കൊടുക്കും. വരുന്നുണ്ട് ഓഫായിരുന്നു. ശരി. ശരി ശരി. This is my house, Sahadeva Mandir, Olagattiambalam PO Mavelikira. The tractor, that person came for informing that the tractor wala will come bit late to to do ploughing actually. So it will take time, it seems. That person went somewhere for medicine, this and that. So here I am. As usual, inside my house, Sahadeva Mandir, Olagattiambalam PO Mavelikira, not anywhere else. This you can see this is the SNDP building. Now the time is 8:04. Okay, 8:04. ഒരു PhD ഹോൾഡർ ഉണ്ട് മലയാളം ഭാഷയിൽ. ഭയങ്കര പരിജ്ഞാനം വൈദഗ്ധ്യമുള്ളൊരു സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നൊരു CPM ഗൂണ്ടയുണ്ട് അപ്പുറത്ത്. അങ്ങനെ നടക്കുക അവനിങ്ങനെ ചീത്തയും വിളിച്ച് ഭയങ്കര എന്താ പറയുന്നത്, ഭയങ്കര അനാവശ്യം തന്നെയാണ് ഇവൻ പറയുന്നത്. ഇവനെ ശരിക്കും കൈകാര്യം ചെയ്യാത്തതിൻ്റെ കുഴപ്പമുണ്ട്. ഇവന് ഭയങ്കര കുഴപ്പമാണ്. ഇവന് ഭയങ്കര അഹങ്കാരമാണ്. ഇവനെ ശരിക്ക് കൊടുക്കാത്തതിൻ്റെ കുഴപ്പമുണ്ട്. നമ്മൾ യൂട്യൂബൊക്കെ ഇങ്ങനെ എന്താ ആളുകൾ കാണാതിരിക്കാൻ ഇങ്ങനെ എന്തൊക്കെയോ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുക ഇവന്മാർ. ഇവൻ്റെ രോഗങ്ങൾ ആളുകൾ അറിയാതിരിക്കാൻ. ഇവനെ ശരിക്ക് കൊടുക്കണം. ഇങ്ങനെ നടക്കുക. ഒരു സദാനന്ദ മന്ദിരത്തിലും അതുപോലെ കുറേ എണ്ണം ഉണ്ട് ഇതുപോലെ. രണ്ട് ആളുകളും കൂടെ കുറേ ഡ്രാമയും കാണിച്ചങ്ങ് നടപ്പാ. ഇൻഷുറൻസ് മോഷണം ഇവന്മാരുടെ ജോലി. ഇൻഷുറൻസ് മോഷ്ടിക്കാൻ ഇങ്ങനെ അങ്ങ് നടപ്പാ. പല പല കഥകളും ഉണ്ടാക്കി ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കും ഇത്. ഇവന് ഭയങ്കര രോഗം. ഞാൻ അമ്മയെന്ന് വിളിക്കാൻ പറ്റത്തില്ല. ഇവന് ഭയങ്കര രോഗങ്ങളാണ്. ഞാൻ എൻ്റെ അമ്മയെ വിളിക്കുമ്പോൾ ഇവന് എന്തോ കുഴപ്പം. ഇവന് ഭയങ്കര പ്രോബ്ലം. ഇവന് അമ്മയെന്ന് വിളിക്കുന്നത് ഞാൻ.
ഇവനെന്തോ രോഗമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനിങ്ങനെ ഡ്രാമയുമായിട്ട് ഇവനിങ്ങനെ വരും. ഏതോ കുരുടൻ ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഡ്രാമ ഉണ്ടാക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ അമ്മയെന്ന് വിളിച്ച ആ സമയത്ത് അപ്പോൾ ഇവൻ്റെ ഡ്രാമ നടന്നില്ല. അങ്ങനെ ഇവരങ്ങ് ഭയങ്കര എൻ്റെ അമ്മ ഏതോ കുരുടനാണ് ഇവിടെ ഇതിനകത്ത്, ഞാൻ ഏതോ ഒരു കുരുടൻ്റെ കൂടാണ് ഇവിടെ എന്നുള്ളതാണ് ഡ്രാമ മുഴുവൻ. ഇങ്ങനെയൊക്കെ ഡ്രാമ ഉണ്ടാക്കി ഏത് കുരുടനാണെന്ന് നമുക്കറിയത്തില്ല. ഇങ്ങനെയൊക്കെ ഡ്രാമ ഉണ്ടാക്കി ഇങ്ങനെ അങ്ങ് നടക്കുക ഇവൻ. അപ്പോൾ അതിന് ഭംഗം വരുന്ന അവന് ഭയങ്കര കുഴപ്പമായതുകൊണ്ട് അവന് മലയാളം ഭാഷ അങ്ങ് എന്താ പറയുന്നത് അങ്ങ് ഒഴുകുന്നവന് മലയാളം ഭാഷ ഭയങ്കരമായിട്ട് അങ്ങ് ഒഴുകുന്നു. നിർഗളമായിട്ട് എന്താ പറയത്തില്ലയോ അതുപോലെ അങ്ങ് ഒഴുക്കുക അവനങ്ങ്. അവന് ഭയങ്കര രോഗം. മലയാളം PhD ഇവന് ഭയങ്കര വൈദഗ്ധ്യം കിട്ടിയിരിക്കുക. ഇവനെ ശരിക്ക് കൈകാര്യം ചെയ്താൽ മതി. ഇവനെ നടുവടിച്ച് പണ്ട് ഇവനെ എന്തുവാ പെണ്ണുങ്ങളോട് ഇതുപോലെ ഗുസ്തി എടുത്തതിന് ഇതിൻ്റെ കിഴക്കേ ഒരു വീടുണ്ടായിരുന്നു പണ്ട്. അവിടുത്തെ തള്ള ഇവന് റെഡിയാക്കി. ഒരു മരുമോനുണ്ട്, ഇവനിട്ട് ശരിക്കങ്ങ് കൊടുത്തു. ഇവൻ്റെ നടു പിന്നെ പുഴുങ്ങിയായി ഇറക്കിയത് ഇവനെ. രാജപ്പനെന്ന അതുപോലെ ഇവന് കൊടുക്കാത്തതിൻ്റെ രോഗമുണ്ട് ഇവന് ശരിക്കും ഇവൻ്റെ നടു തളർത്തുന്ന രീതിയിൽ നല്ല ആണുങ്ങൾ ഇവനെ ശരിയാക്കണം, എന്നാലേ ശരിയാവത്തുള്ളൂ. നമുക്ക് ശരിയാക്കാൻ അറിയാൻ വയ്യാത്തതുകൊണ്ടൊന്നും അല്ല, ഇവനെ ശരിയാക്കണമെന്ന് വിചാരിച്ചാൽ ശരിയാക്കാനൊക്കെ നോക്കും. ഞാൻ വിചാരിച്ചാൽ ഇവനെ ശരിയാക്കി അവൻ്റെ നടുവടിച്ച് ഇടണം ഈ തെമ്മാടിത്തരം തന്നെ പറയുന്നതിന്. എന്തുവാ അനാവശ്യം തന്നെ ഇവൻ പറയുന്നത്, വെറും അനാവശ്യം തന്നെ, അങ്ങേയറ്റത്തെ അനാവശ്യം ഇവൻ പറയുന്നത്. ഇവന് വലിയ രോഗം. ഇവന് ഒരു തേവിടിച്ച് കൊണ്ടുവന്ന് വെച്ചിരിക്കുക ഇവനെ. ഒരു എന്തുവാ എൻ്റെ അവിടെ പേര്, ഒരു സൽപ്പകവല്ലി എന്ന് പറയുന്നത്. അവൾ ചെരുപ്പ് വാങ്ങിക്കാൻ പോയി കിട്ടിയതാണ് ഇവനെ. ചെരുപ്പ് വാങ്ങിക്കാൻ പോയെടുത്തു നിന്ന് ഒപ്പിച്ചുകൊണ്ട് വന്നതാണ് ഇവനെ. അത്ര തെണ്ടിയാണ് അവൾ. എങ്ങാണ്ടൊരു കെടുമ്പ്. അവൾ ആദ്യമേ എന്തുവാ സിംഗപ്പൂരുകാരൻ, അവൻ ഒരാഴ്ച കൊണ്ടേ ഓടിയെന്നാണ് പറയുന്നത്, ഒരാഴ്ച. അതുപോലത്തെ ഇതൊക്കെയായിരുന്നു അവൾ. അങ്ങനെ ഇപ്പം ഇവനെ ഇങ്ങനെ ഒരു ചെരുപ്പൂത്തിയെ കിട്ടിയത്, ഒരു പറഞ്ഞ ചെരുപ്പൂത്തിയെ. അതുപോലെ കണ്ട ആണുങ്ങളെ കൊണ്ടൊക്കെ ഇവിടെ കഥയുണ്ടാക്കാൻ നോക്കുന്നു. ഇവൻ്റെ കരണക്കുറ്റി അടിച്ച് പോയിക്കണം, ഇവൻ്റെ കരണക്കുറ്റി അടിച്ച് പോകയ്ക്കണം. ഈ എന്തുവാ ഇത് ഇങ്ങനത്തെ ഈ തെമ്മാടിയുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ നമ്മളെ കൊണ്ട് അനാവശ്യ കഥകളുണ്ടാക്കുക. കുറേ ഇൻഷുറൻസ് മോഷണം, അങ്ങനെ പല നമ്മുടെ പേര് വെച്ച് കണ്ടവന്മാരെ കൊണ്ടൊക്കെ. പിന്നെ ജോബ് ലോസ് ഇൻഷുറൻസ് വാങ്ങിക്കണം. ഇവൻ്റെ മോനെ ഇതുപോലെ ഒരുത്തി കെട്ടി. ഇതുപോലെ ഓൺലൈൻ കഥയായിരുന്നു അതും. ഇതുപോലെ ഓൺലൈനിൽ കൂടെ അവൾ ഇങ്ങനെ ഇതാക്കി ഇവിടെയുള്ള പള്ളിപ്പാട്ടുകാർ ഇതെല്ലാം കൂടെ ഒപ്പിക്കുന്നതാണ് ഇവളുമാർ. ഇങ്ങനത്തെ ഇൻഷുറൻസ് മോഷണക്കാരികളും മോഷണക്കാരന്മാരും ഉണ്ട്. പള്ളിപ്പാട്ടുകാരി ഒരു മിനി എന്ന് പറയുന്നവളാണ് ഇവൻ്റെ മോനെ കെട്ടിയത്. എന്നിട്ട് 3-4-5 വർഷം കൊണ്ട് അവനെ എല്ലാം റെഡിയാക്കി. 3-4 വർഷം കൊണ്ട് ഇവനെ ഇതുപോലെ ബിജുപിയുടെ കയ്യിലുള്ള ആനയമൈക്ക് പോലെ ഇതുപോലെ ആനയമൈക്ക് എല്ലാം മോഹൻ സിംഗും കൂട്ടരും എല്ലാം കൂടി ഇവനെ വിളിച്ചിരുത്തി കൊടുത്തേച്ച് അവിടെ വരെ ചെന്ന് മയങ്ങാറായപ്പോൾ ഇവനെ ബൈക്കേ കയറ്റി വിട്ട് ഇവൻ്റെ പള്ളിപ്പാട്ടോട്ട്. ഇവനിൽ അവിടെ കുറച്ചങ്ങോട്ട് ചെന്ന് പുന്നമ്മൂടി എന്നപ്പോഴേ മയങ്ങി വീണ് എടുത്തുകൊണ്ട് പോയി ആശുപത്രിയിലിട്ട് കൈയും കണ്ണും എല്ലാം ഏതാണ്ടെല്ലാം കുത്തി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓപ്പറേഷൻ ചെയ്തെല്ലാം ഡീഫോം ഒക്കെ ചെയ്തേച്ച് മുഖമൊക്കെ വല്ലാതെയൊക്കെ ആക്കി, കാലുമൊക്കെ ഇങ്ങനെ എല്ലാം ഏതാണ്ടെല്ലാം ആക്കി, ഇങ്ങനെ ഇതൊക്കെ ആക്കി വലിയ ആക്സിഡൻ്റ് ആണെന്നെല്ലാം വരുത്തി. കോമയാണെന്ന് പറഞ്ഞുകൊണ്ട് കൈയും കാലും എല്ലാം കെട്ടി ഒരു കട്ടിലേലോട്ടിട്ട്. കോമയ്ക്ക് കൈയും കാലും കെട്ടി ആരെങ്കിലും ഇടുമോ കോമക്കാരെ? ഇങ്ങനെ കൈയും കാലും എല്ലാം കെട്ടി. അവൻ മൂക്ക് ചൊറിയുക, ഒരു കുഴപ്പമില്ല. അവന് മൂക്ക് ചൊറിയുന്നതൊക്കെ നല്ല ഒന്നാമതായിട്ട് മൂക്ക് ചൊറിയുക, കയ്യെ തൊടുക, മുഖത്തെല്ലാം തൊടുക, എല്ലാം ഒരു കുഴപ്പമില്ല. അവന് കോമയാണെന്നാണ് പറയുന്നത്. എന്നിട്ട് ഇവനെ കൊണ്ടുവന്നേച്ച് പിന്നെ എല്ലാം ഇതാക്കി കുറച്ച് നാളൊക്കെ കഴിഞ്ഞ് ഇവളുടെ പാട്ടിന് പോയി ഈ പള്ളിപ്പാട്ടുകാരി. എന്നിട്ടിപ്പോൾ ഇങ്ങോട്ടൊന്നും വരത്തില്ല. കാശും എല്ലാം അടിച്ചുകൊണ്ട് പോയി. ഡിവോഴ്സൊക്കെ കഴിഞ്ഞായിരിക്കും, എന്തോന്നൊന്നും അറിയത്തില്ല. എന്തായാലും കാശും എല്ലാമായിട്ട് അവളും ഗൾഫിലായിരുന്നു. കോടികളൊക്കെ ആയിട്ട് അവളും പോയി. ഇവന് 45 ലക്ഷം കേരളത്തിൽ നിന്നും കിട്ടി. അപ്പോൾ ഇതെല്ലാം ബാങ്കിലിട്ട് ഇവനിങ്ങനെ ഇങ്ങനെ നാഴികയ്ക്ക് 40 വട്ടം ഇങ്ങനെ മേഫെയർ എന്ന് പറയുന്ന ഒരു ബാറുണ്ട് ഇവിടെ, ഞാൻ പലപ്പോഴും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ബാറിലോട്ട് പോവുക, അല്ലെങ്കിൽ അതിനപ്പുറത്ത് ഏതാണ്ടൊക്കെ ഷാപ്പൊക്കെ ഉണ്ട്. അവൻ അവിടെ പോയി കുടിച്ച് മതിച്ചോ ഇങ്ങനെ വരിക. ഇതുവഴി ഇങ്ങനെ പോകുമ്പം ഞാൻ എൻ്റെ അമ്മയെ വിളിക്കുമ്പോൾ ഇവന് അസുഖം, അങ്ങനെ പല അസുഖങ്ങളാണ് ഇവന് ഭയങ്കര രോഗമായിട്ട് മാറിയിരിക്കുക. ഇങ്ങനെ നമ്മളെ വട്ടേന്ന് വിളിക്കുക, ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കുക ഇവനെ കൊണ്ട് ഭയങ്കര ശല്യം. തുണി പൊക്കി കാണിക്കുക, അങ്ങനെ പല വേലകളാണ് ഇവന്. എപ്പോഴും അങ്ങ് തുണി പൊക്കി കാണിയില്ല ഇവന് ജോലി. അങ്ങനെ ഇവന് ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കുക ഇവനെ കൊണ്ട്. CPM ഇവനെ വളർത്തുന്നത്, ഈ ഗൂണ്ടയെ വളർത്തുന്നത്. ഒരു രമേഷ് കുമാർ എന്ന് പറയുന്ന ഒരു മെമ്പറുണ്ട്, അവനായി ഇവിടെ ഇവനെ കാറെ കൊണ്ടുപോവുക, ഇതെല്ലാം ഇങ്ങനെ ഇവനെ അങ്ങ് വളർത്തി വെച്ചിരിക്കുക. എന്തും അങ്ങ് നമ്മളോട് ചെയ്യണമെന്നുള്ള ഇതിൽ രമേഷ് കുമാറും കുറേ അവന്മാരും അവളുമാരും കൂടെ CPM ഗൂണ്ടകളെല്ലാം കൂടി ഇങ്ങനെ വളർത്തി അങ്ങ് വഷളാക്കി വെച്ചിരിക്കുക ഇവനെ. എന്ത് സപ്പോർട്ടാണ് ഇവന് CPM ഗൂണ്ടകൾ. ഇങ്ങനെ അങ്ങ് നടക്കുക ഇപ്പം.
നമ്മൾ കേസ് കൊടുത്താലൊന്നും ഇതില്ല. ഇങ്ങനെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ഇങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്, നമ്മുടെ മോട്ടർ കൺട്രോൾ ചെയ്യുക, അതെല്ലാം എല്ലാവർക്കും അറിയാം. അതുപോലെ പിന്നെ നമ്മുടെ മുഖത്തോട്ട് ലേസർ അടിക്കും, ഇപ്പം നമ്മുടെ കണ്ണിലോട്ട് അടിക്കുന്നത്, നമ്മുടെ കണ്ണേലോട്ട് അടിക്കുക, പിന്നെ സോണിക് വെപ്പൺ എല്ലാവർക്കും അറിയാം. എല്ലാവരും പറയുന്ന IT കാരെ ഇതാക്കണോ, അങ്ങനെയൊക്കെയാണ് എല്ലാവരും പറയുന്നത്. ഇങ്ങനെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഇതൊക്കെ. ഇങ്ങനെ ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കുക ഇത്.